വെൽക്കം ബാക്ക്. പുതിയൊരു കിടക്കാച്ചോടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് കുറെ നാളെ ഇങ്ങനത്തെ ഒരു വ്ളോഗ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഒത്തിരി നാളായി. ഇപ്പോഴാണ് എൻ്റെ ഒരു കറക്റ്റ് സമയം കിട്ടുന്നത്. സമയം കിട്ടുള്ള ലോങ് വീഡിയോസ് ഒക്കെ എപ്പോഴും കാലം പറഞ്ഞു കേസ്. സത്യം പറഞ്ഞാൽ കൊതിയാവും ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേസ് വന്നേക്കുന്നത്. അപ്പൊ അൺബോക്സിങ് നമുക്ക് വീഡിയോ ഞാൻ ലാഗ് അടിപ്പിക്കുന്നില്ല കേസ്. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ തമിഴിൽ കണ്ടതുപോലെ ഇതാണ് നമ്മളെ ട്രൈപോഡ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. നിങ്ങൾക്കിത് നല്ല വില കുറച്ച് നിങ്ങൾക്ക് നല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇത് നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലതായിരിക്കും. നല്ല ട്രൈപോഡ് വിത്ത് റിംഗ് ലൈറ്റ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ വീഡിയോസ് ഇതിന്റെ ലിങ്ക് വേണം നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടാക്കാം. നിങ്ങളെല്ലാവരും ചെക്ക് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ പോകാം. ഇത് നമ്മുടെ റിംഗ് ലൈറ്റ് ആണ്. ഓക്കെ, ഇത് നമുക്ക് പിന്നെ തുറക്കാം. ഇത് ഇവിടെ ഇരിക്കട്ടെ. റിംഗ് ലൈറ്റ്. ഓക്കെ, നമ്മുടെ സാധനം എന്ത് ഇവിടെ കൈ കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം. ഓക്കെ, അമ്മേ അമ്മച്ചി സാധനം എടുക്കാൻ പോണേ. ഗൈസ്, ഓ മൈ ഗാഡ്, നമ്മളെ കിഡിലെ സാധനം. ഓക്കെ ഗൈസ്, നമുക്കിനി എണിക്കാം ഗൈസ്. ഇനി എണിച്ചോട് അൺബോക്സിങ് ചെയ്യാം. ഇതിന്റെ സത്യം പറഞ്ഞ ഇതിന്റെ ക്വാളിറ്റി ഒക്കെ നല്ല രസമുണ്ട് ഗൈസ് കണ്ടിട്ട്. നമുക്കിതൊന്ന് സെറ്റപ്പ് ചെയ്യട്ടെ ഞാൻ സാധനം ഗൈസ്. അപ്പൊ ഇത് ഇങ്ങനെ മേളിലോട്ടാക്കും തോറും ഇതാണ്ട വിടുത്തായി വരുന്നതാണ്ട. അടിപൊളി. ഇതാണ്ട. എന്നിട്ട് ഇത് ഇങ്ങനെ വെച്ചിട്ട് ടൈറ്റ് ആക്കുക. നമ്മളിവിടെ ഇങ്ങനെ ടൈറ്റ് ആക്കി കഴിഞ്ഞിട്ട് എത്ര വേണോ അത്ര ടൈറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വെക്കാം. അപ്പൊ നമുക്കിനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മേലോട്ടുള്ള സാധനങ്ങൾ നമുക്കിത് ഇതിങ്ങനെ മേലോട്ട് വെച്ച് ടൈറ്റ് ആക്കാം. നമുക്കിനി ഇവിടെയും കൂടെ പൊക്കാം കേട്ടോ. ഇതും കൂടെ ഇങ്ങനെ പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ടോ കേസ്, ഞാൻ ഏകദേശം 6 അടി പൊക്കമുണ്ടോ കേസ്. ഇത് 6'1" എങ്ങനെ ഉണ്ട് ഞാൻ. ഇത് കണ്ടോ കേസ്, എന്നെക്കാട്ട് ഹൈറ്റ്, നല്ല ഹൈറ്റ്, ഒരു 7 അടിയോളം പൊക്കമുണ്ട് കേസ്. നമുക്കിനി അടുത്തത് നമുക്കിത് നമ്മുടെ റിംഗ് ലൈറ്റ് കൊണ്ട് നോക്കാം. ഓക്കെ, താത്തി വെക്കാം. നമുക്ക് താത്തി വെച്ചിട്ട് നമ്മുടെ റിംഗ് ലൈറ്റ് എങ്ങനെയുള്ള നോക്കാം. ഓക്കെ, നമ്മുടെ റിംഗ് ലൈറ്റ് കണ്ടോ കേസ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ലൈറ്റ് കൂടെ വരുന്നുണ്ട്. എവിടെയെങ്കിലും കണ്ടോ ഈ ഒരു റേഞ്ചിൽ വരുന്നത്. നമുക്കത് മാത്രമല്ല, ഇത് കണ്ടോ ഇത് ഇവിടെ നല്ലൊരു മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒത്തിരി ഇത് ലൈറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. കാല് ലൈറ്റ് മാത്രമല്ല ഇതിനകത്ത് എല്ലാം വരുന്നുണ്ട്. നമുക്കപ്പോൾ ഇതൊന്ന് ഇതിനകത്ത് ഫിക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ റിംഗ് ലൈറ്റ് ഇതിലോട്ട് തിരിച്ച് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിനി നമ്മുടെ മൊബൈൽ ഹോൾഡർ സെറ്റ് ചെയ്യുന്ന സാധനം ഇത് കണ്ടോ ഗൈസ്. ഇത് നമുക്കിങ്ങനെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. മൊബൈലിൻ്റെ വലിപ്പം അനുസരിച്ച് ഇതിങ്ങനെ കയറ്റി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാധനങ്ങളെ ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹോൾഡർ റെഡിയായി. ഇത് നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ഇതിങ്ങനെ സിമ്പിളായിട്ട് തിരിച്ചു കൊടുക്കുക. സോ ഗായ്സ്, അപ്പൊ നമ്മുടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ഈ ഒരു സുനാപ്പ് ഞാൻ കണ്ടില്ല ഗൈസ്, ഇതിന്റെ അകത്തുണ്ടായിരുന്നതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഒരു സാധനം സാധനമാണ് ഇതിന്റെ ഇടയ്ക്ക് വരാണെന്ന് എനിക്കൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ട്. കാരണം ഇത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ വെച്ച് കഴിയുമ്പോ ഇതിപ്പോ നമ്മളിവിടെ ടൈറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു മിനിറ്റ്. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മളിങ്ങനെ ലൂസ് ചെയ്താലുണ്ടല്ലോ, നമുക്കിത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് കണ്ടോ, ക്യാമറ എങ്ങോട്ട് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സാധനം. ഇത് നല്ലൊരു സാധനമാണ്. ഓക്കെ, ഇത് ലൂസ് ചെയ്യുക. ക്യാമറ എങ്ങോട്ടാണോ വേണ്ടത് ഇത് കണ്ടോ, ഇങ്ങനെയാണ് പുറകോട്ടോ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഇത് കണ്ടില്ല കേട്ടോ ഗൈസ്. അപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷനായി. എന്തായാലും നല്ലൊരു സാധനമാണ്. നമുക്കിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ടൈറ്റ് ചെയ്യാം. ഓക്കെ, ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾക്ക് ഒരു ഫോൺ വെച്ച് കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇച്ചിരി ക്ലാരിറ്റി വരും.
ഇത് ആക്ച്വലി ഇത് പുറകോട്ടാണ് വെക്കേണ്ടത്. ഓക്കെ, ഇത് നമ്മൾ തിരിച്ചു വെക്കണം, എന്നാലും ലൈറ്റ് മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചത്. കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ നമ്മളൊരു മൊബൈൽ വെച്ച് കാണിച്ചു തരാം. അയ്യോ, എന്നിട്ട് നമ്മുടെ ക്യാമറ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, കണ്ടോ? ഇത്ര ഉള്ളു നമ്മുടെ സംഭവം. നമുക്കിനി ഇതിന്റെ ലൈറ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് കത്തുന്നുണ്ടോ എന്ന് അറിയണല്ലോ. അതെ, ഇതിന്റെ വയറ് നമുക്ക് ഇവിടെ വരേണ്ടത്. ഇതിൻ്റെ അകത്ത് നമുക്കൊരു ചാർജിങ്ങിന്റെ ഇതുണ്ട്. ചാർജർ നമുക്ക് നൈസ് എടുത്ത് ഇവിടെ ഇങ്ങനെ പ്ലഗ് ചെയ്യുക. പ്ലഗ് ചെയ്ത ശേഷം നമ്മൾ ഒന്ന് കുത്തി നോക്കാം. ഓക്കെ, ഓ മൈ ഗൈസ്, സൂപ്പർ സാധനം. നമുക്ക് ഇങ്ങനെ ഡിമ്മും ഇതും ആക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് ബ്രൈറ്റ് ആക്കാം. സത്യം പറയുന്നത് അത്യാവശ്യം നല്ല വെട്ടമുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഇപ്പൊ വെട്ടം നോക്കിക്കോ. നിങ്ങളത് ഞാൻ ഇപ്പഴ ക്യാമറ ഒന്ന് ഇതൊന്ന് തിരിക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ വെട്ടം. ഗൈസ് ഇപ്പൊ ഞാൻ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് നമുക്ക് മിണ്ടത്. അപ്പോൾ സ്റ്റാൻഡും ലൈറ്റിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഇനി അകത്ത് പോയിട്ട് ഇരുട്ടത്ത് കാണിച്ചു തരാം. ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ വന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ കണ്ടോ, ഇപ്പൊ എന്റെ വ്യത്യാസം നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്കിനി അത് അടുത്തത് വേറെ മോഡുകളുണ്ട്, പല പല മോഡുകളുണ്ട്. ഓക്കെ, ഇത് കണ്ടോ, ഇപ്പൊ വേറെ കളറല്ലേ? ഇപ്പൊ കണ്ട ഗൈസ്, ഇതൊരു വേറെ കളറാണ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ നമുക്ക് വെച്ച് നമുക്ക് ഇനി അകത്തോട്ട് പോയി നോക്കാം. ഓക്കെ, ബാ അകത്ത് കാണിച്ചു തരാം. അകത്ത് ഞാൻ ഈ ലൈറ്റ് ഓഫ് ആക്കാം. ഇപ്പൊ ഗൈസ് ഇരുട്ടാണ്. ഓക്കെ, ഇനി ഞാൻ ഈ ബൾബ് ഓണാക്കാം. ഓക്കെ, ഓണാക്കിയല്ല ബൾബ് ഓണാക്കാം. നിങ്ങൾക്ക് വ്യത്യാസം കറക്റ്റ് മനസ്സിലാവും. മനസ്സിലാവുന്നുണ്ടോ ഗൈസ്? ഈ ഒരു റിംഗ് ലൈറ്റ് കൂടെ വരുന്ന ലൈറ്റിനകത്താണ് ഇപ്പം ഉള്ളത്. ഓക്കെ, പല പല മോഡിനകത്തുള്ള നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഈ ഒരു ഇതിന്റെ അടുത്ത് വന്ന് നമുക്ക് ഇതിന് മിണ്ടിയോ ഇത് ഡിം ആക്കാം, വേണമെങ്കിൽ നമുക്കിത് ഹൈ ആക്കാം. നമുക്ക് ഇഷ്ടമുള്ള എത്ര വേണോ അത്ര വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിയും. അപ്പൊ നമ്മള് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകണം. അപ്പം നമ്മൾ ഇതൊരു കുഞ്ഞു വീഡിയോ വന്നതാണ്, പക്ഷെ ഇച്ചിരി എടുത്തെടുത്തൊന്നും ലോങ് ആയി തോന്നുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അടിച്ചും കളാം. പക്ഷെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം. ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ചെക്ക്ഔട്ട് ചെയ്തിട്ട് പോയി വാങ്ങിച്ചോ. ഞാൻ മസ്റ്റായിട്ട് വാങ്ങിക്കാൻ പറയാം, പോയി വാങ്ങിച്ചോ കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ വേറൊന്നുമില്ല, ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുവാണ്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ്, ചാനൽ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം. ഓക്കെ, എന്തായാലും ഇഷ്ടപ്പെടും ചാനൽ ഒന്ന് കയറി നോക്കും. ഞാൻ ഒത്തിരി നല്ല അടിപൊളി ഷോർട്സ് വീഡിയോസ് ആണ് കൂടുതൽ അപ്ലോഡ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്തൊരു കിടക്കാതി കാണുന്ന വരെ ബൈ. ഗൈസ് പണ്ട് ഞാൻ എടുത്തോണ്ടിരുന്ന ട്രൈപ്പോഡാണ് ഗൈസ്. നല്ല ഞാനിത് 2020 വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നല്ല അത്യാവശ്യം നല്ല വലുതാവുന്നു. നിങ്ങൾക്ക് അറിയായിരിക്കും, എല്ലാവർക്കും അറിയായിരിക്കും. നല്ല അത്യാവശ്യം നല്ല വലുതാവുന്ന ട്രൈപ്പോഡാണ്. ഇതിന് വേറെ പ്രശ്നമൊന്നുമില്ല ഗൈസ്. ഇത് കൂരി പോരുന്നുണ്ട്, പക്ഷെ ഇതൊക്കെ ടൈറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിനകത്ത് പ്രശ്നം എന്ന് പറയുന്നത് മൊബൈൽ ഹോൾഡ് ചെയ്യുന്ന സാധനം പൊട്ടിപ്പോയി ഗൈസ്. ഇതാണ് മെയിൻ കാരണം. ഇതിനകത്ത് കുറേ നാൾ ട്രൈപ്പോഡൊന്നും ഇല്ലായിരുന്നു മൊബൈൽ എടുക്കാനായിട്ട്. ട്രൈപ്പോഡൊക്കെ നമ്മൾ തന്നെയായിരുന്നു. അങ്ങനെ അതായിരുന്നു സാധനം. അപ്പം ഇത് വാങ്ങിക്കാനായിരുന്നു ഗൈസ് ഇത്ര നാളെ ഇരുന്നത്. അപ്പം എന്തായാലും താങ്ക് യു, ബൈ ബൈ.